ഹലോ, എവിടെയാണ് നമ്മുടെ എട്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ പരിപാടി ഉണ്ടാകും ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ പ്രണോദിത കമ്പന. എടാ, നിങ്ങൾ സ്കൂളിലൊക്കെ ഉണ്ടാവും ഇതുപോലൊരു ബെല്ല് അല്ലെ? സ്കൂൾ വിടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഈ ബെല്ലിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണോ, ഈ ബെല്ല് പാവം ഇയാൾ അടി ഇങ്ങനെ ഏറ്റിട്ട് പാവം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇയാൾക്ക് താല്പര്യം ഉണ്ടോ? ഇല്ല. ഇയാൾ ഈ ഹാമർ ഇതിനിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരാൾ കാരണം ഇയാൾ ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എടാ, ഈ ഹാമർ കാരണമാണ് ഇയാൾ വൈബ്രേറ്റ് ചെയ്തത്. സോ ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് ഫ്രീക്വൻസി പ്രണോദിത കമ്പനം. ശ്രദ്ധിച്ചോ, എക്സാമ്പിൾ ഈ കുട്ടിയെ ചിരിയൊക്കെ നമുക്ക് നല്ല ചിരി, പക്ഷെ ഇവർക്കൊന്നും താല്പര്യമില്ല. എന്തിനോ വൈബ്രേറ്റ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ വടി കൊണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് അവരെ വൈബ്രേറ്റ് ചെയ്യിക്കാണ്. ഓക്കെ, ഇതിന് വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രണോദിത കമ്പനം. ശ്രദ്ധിച്ചോ, വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. വേറൊരാൾ കാരണം, ഓക്കെ, കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതിനാണ് പ്രണോദിത കമ്പനം. ഒരു എക്സാമ്പിൾ പറയാം. എടാ, ഒരു ടാബിന്റെ മുകളിൽ നമ്മൾ ഒരു ഫോൺ വെച്ചു. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു. എടാ, ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ടാബിൽ ഒരു ആഗ്രഹമില്ല വൈബ്രേറ്റ് ചെയ്യാൻ. പക്ഷെ ടാബിൽ ഫോണിന്റെ കൂടെ പതിയെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അല്ലേ? നിങ്ങൾക്ക് അറിയാം. യെസ്, അത്രേ ഉള്ളൂ. അല്ലടാ, സീനൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ചില സമയത്ത് നമ്മൾ ഡോർ പെട്ടെന്ന് നടക്കുന്ന സമയത്ത് ഡോറിന്റെ വാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. കൂടെ ജനലുണ്ടോ? ശ്രദ്ധിച്ചോ? യെസ്, ഉണ്ട്. ഓക്കെ, അതെന്താ? ഡോർ അറിഞ്ഞപ്പോ അതിന് വെറുപ്പിച്ച് ജനലിനോട് വൈബ്രേറ്റ്. ഓക്കെ, അങ്ങനെയാണ് അവർ വൈബ്രേറ്റ്. ഇറ്റ്സ് കോൾഡ് പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോ സാർ വരാം.